ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സേ എക്സാമിനെ കുറിച്ച്, നമ്മളുടെ +2 സേ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നു മുതൽ നമ്മളുടെ സേ എക്സാം എന്നാണോ അതിൻ്റെ തലേന്ന് വരെ നമ്മളൊരു മെഗാ മാരത്തോണായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾക്ക് ഇങ്ങനെയൊരു സേ എക്സാം എഴുതിയാൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു ആൻസർ എഴുതിയ പിശക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ടോ നമ്പർ ഇടാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ സേ എക്സാം എഴുതേണ്ടി വന്നത്. അപ്പോൾ അതൊന്നും സാരമില്ല. നമ്മളുടെ ഫർദർ സ്റ്റഡീസിലേക്കൊന്നും ഇതൊരു എന്താ പറയുക ഒബ്സ്റ്റാക്കിളായിട്ട് ഒരു തടസ്സമായിട്ടൊന്നും നിൽക്കില്ല. അപ്പോൾ സേ എക്സാമിന് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് അല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പഠനത്തിനൊന്നും നമ്മൾക്ക് അതൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ സേ എക്സാം വളരെ കാര്യത്തോടെ ഗൗരവത്തോടെ എടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പിന്നെ 7 മണിക്ക് ലൈവ് ക്ലാസ് വരണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ നമ്മളുടെ പ്രീവിയസ് മാർച്ചിലെ എക്സാം നമ്മൾക്ക് എങ്ങനെ എഴുതിയത് എന്നുള്ള ഒരു അതിനെക്കുറിച്ചുള്ളൊരു വിചിന്തനം നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾക്ക് ഇനിയുള്ള സേ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമാണ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാം മാർച്ച് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം ഒരു പ്രോസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പദ്യത്തിൻ്റെ ഒരു 4 ലൈൻസോ തന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും കളയാൻ പാടില്ല. നമ്മൾക്ക് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നാൽ അത് ഒരു മാർക്ക് പോലും കളയുകയും ചെയ്യരുത്. നമ്മളുടെ മാർക്കിനെ വളരെയധികം ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയണം, ഇത് മുഴുവനായിട്ടൊന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം ഇത് പോയി വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഏത് പാഠത്തിൽ നിന്നാണ് എന്നുള്ളതൊക്കെ നമ്മൾക്കൊന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് വായിച്ചു നോക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാവും ഇത് ഏത് പാഠത്തിൽ നിന്നാണെന്നുള്ളത്, ചിലവർക്കത് ചിലപ്പോൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് നോക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. അല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു വേർഡ് കണ്ടു, ആ വേർഡ് തന്നെ അത് എവിടെയും കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെൻറ്റൻസ് മുഴുവനായിട്ട് എഴുതി വെക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം നമ്മൾക്ക് ഇത് അറിയില്ല, ഇതേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം 3 എഴുതി വെക്കും. 3 എഴുതി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്പർ 1 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അറിയുന്നത് ഈ 3 ആയിരിക്കും. നമ്മൾ വേഗം എന്ത് ചെയ്യും, ഈ ശ്രദ്ധിക്കാതെ വന്ന് പരീക്ഷയുടെ ടെൻഷനൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 1ൻ്റെ ആൻസർ 3 ആയിട്ട് അങ്ങ് എഴുതും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ശ്രദ്ധിച്ച് വളരെ കൂൾ ഓഫ് ടൈമിൽ തന്നെ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ നോക്കിക്കേ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആമായി. ഇതെന്താ നമ്മുടെ ഫസ്റ്റ് പാഠത്ത് നിന്ന് അല്ലെ പോയത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ്. ഒരു അമ്മയെക്കുറിച്ചാണ്, നമ്മുടെ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പോയമാണ്. അപ്പോൾ ഈ ഇത് വായിച്ച് നോക്കി, ഒരു 4 ലൈൻ സ്റ്റാൻസ ഇതൊരു വായിച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മാർക്കും കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ്. 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ മാർക്കും നമുക്ക് മേടിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ ഇതും കൊണ്ടിരിക്കരുത്. അതിൻ്റെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പിന്നാലെ പറഞ്ഞു തരും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരും. നോക്കാം. ഇനി വരുന്നത് എന്താ, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. ഇത് വൈ ആർ യു സെയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. ഇതെന്താ തോന്നുന്നേ?
ഇത് നമ്മൾക്ക് റിപ്പോർട്ടർ സ്പീച്ചാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ മോസ്റ്റ് പ്രോബബിളി നമ്മളോട് ചോദിക്കുന്ന ഒരു ഗ്രാമർ പാർട്ടാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പഠിക്കേണ്ട ഒരു ഭാഗവും കൂടെയാണ് എന്ത്, പാസീവ് വോയിസ്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി നിർത്താനായിട്ട് പാടില്ല. എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്. അതായത് ഒരാൾ പറഞ്ഞ കാര്യം, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മൂന്നാമതൊരാളോട് പറയുന്നതാണെന്ത്, റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ടർ സ്പീച്ച് പാസ്റ്റ് ടെൻസിലാണ് എപ്പോഴും എഴുതുക. ഇപ്പം നിങ്ങളിവിടെ ഈ അജിത്ത് ആസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അല്ലേ, നൊമിത റിപ്ലൈഡ്, ഇവിടെ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ഇത് തുടങ്ങേണ്ടത് അവർ ഹിൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ക്വസ്റ്റ്യനും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ടേ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് സ്കോർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല, അതെല്ലാം എഴുതി തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി നമ്മൾക്ക് പാസ്റ്റ് ടെൻസ് അറിയാമല്ലോ. പാസ്റ്റ് ടെൻസ് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മാർക്ക് കിട്ടും. അറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ട് റിപ്പോർട്ടർ സ്പീച്ചാന്ന് പറഞ്ഞ് എഴുതരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾക്ക് വരുന്നത് എഡിറ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. നമ്മളിത് വായിച്ച് നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് ചേർക്കേണ്ടതെന്നൊക്കെ. നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് മുഴുവൻ എന്ത് ചെയ്യുക, അതുപോലെ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് പറ്റണ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി വെക്കുക കേട്ടോ. പിന്നെ ഇനി യുവർ ഫ്രണ്ട് ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്ക് സിഗരറ്റ്, ഇതെന്താണ്, അഡ്വൈസ് എഴുതാനാണ് അല്ലേ. അഡ്വൈസ് എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം അല്ലേ. നിങ്ങൾ ചെയ്തേക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാമോ എന്നല്ലല്ലോ. നമ്മൾ ഒരാളോട് നിർബന്ധമായിട്ട്, ഇപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വരണം എന്നല്ലേ പറയുക. നിങ്ങൾ പഠിക്കാവോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കത്തില്ലല്ലോ. നാളെ വരുമ്പം നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വരണം എന്നല്ലേ ടീച്ചർ പറയുക. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നീ അത് ചെയ്യരുത് എന്നല്ലേ നമ്മൾ പറയുക. എടാ നീ അത് ചെയ്യല്ലേ എന്നൊന്നും വളരെ നിങ്ങൾ ദേഷ്യം പിടിച്ച് നിങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുമോ, നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറയില്ലല്ലോ, നിങ്ങളത് ചെയ്യരുത് എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ നമ്മളൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുമ്പോഴെപ്പോഴും നമ്മൾ ഷുഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ യു ഷുഡ് നോട്ട് എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്മോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു അഡ്വൈസ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് എഴുതുക. എപ്പോഴും അഡ്വൈസ് കൊടുക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ വരും, എഡിറ്റ് ദ പാസേജ് വരും, പിന്നെന്താ റിപ്പോർട്ടർ സ്പീച്ച് വരും, പാസീവ് വോയിസ് വരും. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഗ്രാമർ പാർട്ടുകൾ നിങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് പോവുക. വളരെ എളുപ്പമുള്ളതായിരിക്കും, നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും വരത്തില്ല. അടുത്ത റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് റീറൈറ്റ് ദം ദേ വർ ഈറ്റിംഗ് സം ആപ്പിൾസ്. ഇതെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പാസീവ് വോയിസ് ആണ്. റിപ്പോർട്ടർ സ്പീച്ച് ഞാൻ മുമ്പേ പറഞ്ഞു, റിപ്പോർട്ടർ സ്പീച്ചും പാസീവ് വോയിസും നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. റിപ്പോർട്ടർ സ്പീച്ചൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടും. എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്, എന്താണ് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആകുന്നതാണല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യും. വീഡിയോ ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളൊക്കെ എനിക്ക് പെട്ടെന്ന് വരും. നമ്മൾക്ക് നല്ല ഭംഗിയായി നല്ലോണം പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി നമ്മൾ SI എക്സാം എഴുതണം. അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾക്ക് ആ ഒരു ക്ലാസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ക്ലാസ്സുകൾ കാണുന്നതനുസരിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യണം. അവരും പഠിക്കട്ടെ അല്ലേ, നമ്മളെ പോലെ തന്നെ അവരും പഠിക്കട്ടെ. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നോക്കിയേ, ദേ വർ ഈറ്റിംഗ് സം ആപ്പിൾസ്. ഇപ്പം ഇതെന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കണ്ടു സം ആപ്പിൾസ് അല്ലേ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഇതാണ്, എന്താ ഒബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറും ഇവിടെ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും പാസീവ് വോയിസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരും കേട്ടോ. ദെൻ
പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് ഷോയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റിങ് ട്രീസ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ നമ്മൾ ജൂൺ 5-നൊക്കെ എന്താ പരിസ്ഥിതി ദിനത്തിലൊക്കെ മരം നട്ടുപിടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു നമ്മളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പ്ലക്കാർഡ്സൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, സേവ് ദ എർത്ത് അല്ലേ, സേവ് ദ ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ച് എഴുതുന്നതൊക്കെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇത് നമ്മളുടെ എഴുതിയ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഓടിച്ച് നമ്മളുടെ ആ ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാഠങ്ങളും എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു നല്ല രീതിയിൽ പോയി എക്സാം എഴുതണം, കോൺഫിഡൻസോടുകൂടി എഴുതണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നോക്കാം. Elaborate on the ideas in the given line of the poem Ending Wall by Robert Frost. Good fences make a good neighbor. ഈ ഒരു ലൈന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടേ മെൻഡിങ് വോളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിനൊരു 5-6 പോയിൻ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ, ഒരു 5-6 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ആ ഒരു 5-6 പോയിൻ്റ് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ ക്ലാസ്സിൽ തന്നെ നമ്മളത് പഠിക്കും. നിങ്ങൾ ആ വീഡിയോസ് കാണുക, അല്ലെ ലൈവ് ക്ലാസ്സിൽ കയറുക. ലൈവ് ക്ലാസ്സിലോ അല്ലെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബൈ ഹാർട്ട് ആകും. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു തരും കേട്ടോ. Then the literary club of your school is going to dramatize the hour of truth as the announcer. How would you introduce the play to the audience just before its commencement? Prepare the script of the announcement. നമ്മളൊരു പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലൊക്കെ നമ്മൾ അനൗൺസ്മെൻറ്റ് കൊടുക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എഴുതാനായിട്ട് ചോദിച്ചത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അപ്പോൾ എന്നാലും നോക്കിക്കേ. എ ടീച്ചർ ആസ് എ മെൻറ്റർ ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മോൾഡിങ് എ perfect citizen in our society. Analyze the character of the teacher in the story Crime and Punishment. നിങ്ങൾ ടീച്ചറുടെ കൂടെയാണോ അതോ സ്റ്റുഡൻറ്റിൻ്റെ കൂടെയാണോ, ആരുടെ കൂടെയാണ്? അപ്പോൾ ക്യാരക്ടർ ഓഫ് ദ ടീച്ചർ, അതാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ടാണ് വന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുക. അത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് നമ്മൾ അതൊക്കെ പഠിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. You are greatly impressed by the entrepreneurship undertaken by Irfan Alam to uplift the rickshaw pullers. Draft a email. നമ്മൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് വേണം പോകാൻ. ഇമെയിൽ നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മളത് കോളം വരച്ച് ഓരോന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇമെയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ, നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ എക്സാമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇമെയിൽ. അതുകൊണ്ട് ഇമെയിൽ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നെല്ലാം പറഞ്ഞു തരും. ഓക്കെ. ദെൻ ഫിസിക്കൽ പണിഷ്മെൻറ്റ് വിൽ ഡാമേജ് എ ചൈൽഡ്സ് മെൻ്റൽ ഗ്രോത്ത്. റൈറ്റ് 2 points saying the physical punishment and 2 in support of the topics. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ അതിനെതിരെ, ഫിസിക്കൽ പണിഷ്മെൻറ്റ് നല്ലതാണോ, അത് ചൈൽഡിൻ്റെ മെൻ്റൽ ഗ്രോത്തിന് അത് ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെതിരെ നിങ്ങൾക്ക് അങ്ങനെ പണിഷ്മെൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതിനെ അത് എഗനിസ്റ്റായിട്ടും അത് സപ്പോർട്ടീവായിട്ടും. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പണിഷ്മെൻ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു നിങ്ങളുടെ മെൻ്റൽ ഗ്രോത്തിനെ അത് ബാധിക്കുമോ എന്നുള്ള എഗനിസ്റ്റായിട്ടും സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. The rise shows the tendency of modern farmers to replace food crops by cash crops. Write a blog describing the ill effect of this damaging attitude. നിങ്ങളുടെ റൈസ് എന്ന് പറയുന്ന പോയം എടുത്തപ്പോൾ തന്നെ ടീച്ചേഴ്സ് ബ്ലോഗ് എഴുതാനായിട്ടൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട, നമ്മളുടെ വീഡിയോയിൽ അത് പറഞ്ഞു തരും. As the reporter of a daily, you got a chance to interview Wangari Maathai. Write 4 relevant questions you may ask her. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പതുങ്ങിയിരിപ്പുണ്ട്. എന്നറിയോ, നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് റൈറ്റ് 4 relevant questions ആണ് അല്ലേ. നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താ, ഒരാൾ വേറൊരാളോട് ചോദ്യം ചോദിക്കുകയും അയാൾ ആൻസർ ചെയ്യുകയും ചെയ്യുന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് വങ്കാരി മാതാവ് ആൻസർ ചെയ്യണം
അപ്പം നമ്മൾ എന്താണ് ചോദിക്കുന്നത്, അത് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ പേപ്പർ വായിക്കുന്ന ആളിന് മനസ്സിലാവണ്ടേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ആൻസർ ചെയ്യുകയും പോകണം. അപ്പം ഉത്തരം കൊടുക്കണം, ക്വസ്റ്റ്യനും കൊടുക്കണം, ഉത്തരം കൊടുക്കണം. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു 5-6 ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള പറയുന്ന ഒരു എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ ഏത് വന്നാലും എഴുതുന്ന രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അത് കാണുക കേട്ടോ. നോമിത ഈസ് നോക്കിയേ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആൻസർ ഇനി 5 ഈച്ച് ക്യാരി 6 സ്കോർസ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അജിത്തിൻ്റെ ബിഹേവിയർ ഓഫ് അജിത്ത്, ഷീ ഫീൽസ്, നോമിത ഫീൽസ് പിറ്റി ഫോർ ഹെർ മദർ ആൻഡ് ഹെർ സെൽഫ്, ഷീ റൈറ്റ്സ് എ ലെറ്റർ ടു ഹെർ മദർ. മകള് അമ്മയ്ക്ക് അയക്കുന്ന ഒരു കത്താണ്. അതായത് റിവീൽ ദ റിയൽ നേച്ചർ ഓഫ് അജിത്ത്, അജിത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോമിത അമ്മയ്ക്ക് അയക്കുന്ന കത്താണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കത്ത് എങ്ങനെ എഴുതാം, ഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ ഒക്കെ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ 2 ലെറ്റേഴ്സും എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. യുവർ സ്കൂൾ ഹാസ് കണ്ടക്റ്റഡ് സെമിനാർ ഓൺ ദ ടോപ്പിക് ദ റോൾ ഓഫ് സ്കൂൾ ഇൻ വിമൺ എംപവർമെൻറ്റ്. പ്രിപ്പയർ റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ ടു ദ പബ്ലിഷ്ഡ് ഇൻ ദ സ്കൂൾ മാഗസിൻ. സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. ആ ഒരു റിപ്പോർട്ട് നമ്മൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, നമ്മളിനി നമ്മുടെ വീഡിയോയിൽ അത് പറഞ്ഞു തരും കേട്ടോ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻസ് എന്താണ്? Bangari Madai says women are often the first to become aware of environmental damage. Do you agree with her opinion? Substantiate your answer. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ women are often the first to become aware of environmental damage, അല്ലേ? പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം അറിയേണ്ടത് women are often the first to become aware of, അല്ലേ? വിമന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ബംഗാരി മാതായി അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ഹെർ ഒപ്പീനിയൻ? നിങ്ങൾ അതിന് വേണ്ടി യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആൻസർ എന്താണ്? ഇതിന് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആ ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. Then child a horrible is essential any journey. We are carry our burden according to our situations and capacities. These words of grandfather shows the significance of horrible living or non-living in our society. Write an article about it in 150 words. ഇതൊരു എസ്സേ ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം എഴുതാൻ. നിങ്ങൾക്ക് ഈ ഹൊറിഗൽ എന്ന പാഠം ടീച്ചർ എടുത്തപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല പോയിൻറ്റ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ആ പോയിൻറ്റ്സുകളൊക്കെ ക്രോഡീകരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എസ്സേ മനോഹരമായിട്ട് എഴുതും, അല്ലേ? നമ്മൾക്ക് നല്ല നല്ല പോയിൻറ്റ്സുകളൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ആൻസർ കൊടുക്കുക. ഇത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് വരും കേട്ടോ. As the reporter of newspaper, you happen to be there in the post office when the incidents in post early for Christmas occurred. Write a newspaper report about it. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എഴുതേണ്ടത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതണം, പ്ലേസും ഡേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. നിങ്ങളൊരു റിപ്പോർട്ടറാണ്. അപ്പോൾ നമ്മളിപ്പം പത്രം വായിക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ കാണുന്നില്ലേ, അതുപോലെ നമ്മൾ നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. Then I have got only a few years to live, but I will live those as I have lived the rest of my life. I will go to my grave clean. These words show how honest and faithful Baldwin is. Write the character sketch of Robert Baldwin. Very very important. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മളോട് ആരോ റൈസിൽ ഒരാളുടെ കാര്യം ചോദിച്ചില്ലേ, റൈസിലല്ല ടീച്ചറിൻ്റെ ക്യാരക്ടർ, ക്രൈം ആൻഡ് പനിഷ്മെൻറ്റിലെ ടീച്ചറിൻ്റെ ക്യാരക്ടർ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാരക്ടർ അനാലിസിസൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അനാലിസിസൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, പിന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഹാഡിൻ ബി ജോൺസ് ഫോക്കസ് ഓൺ ദി ഇഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ ആൻഡ് ബോഡി, but you recognize its effects on society too. Write an essay on drug abuse and its impact on the society. ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരും. നിങ്ങൾ ഇതൊരു 10-15 പോയിൻ്റ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ആ 15 പോയിൻറ്റും നിങ്ങൾ എഴുതിയാൽ മതി. അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇൻസ്പയർഡ് ബൈ ഷഹീൻ മിസ്രി, യു വിഷ് ടു ജോയിൻ Agansha Foundations as a teacher volunteer. You are Smita, a post graduate English literature. നമ്മൾക്ക് ഇത് തന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ
ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂം ഉണ്ടാക്കാനും ഒക്കെ റെസ്യൂം എന്താ, ബയോഡാറ്റ ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടൊരു ലെറ്റർ എഴുതാനായിട്ട് ചോദിക്കുന്നത്. നമ്മൾ എത്രമാത്രം എഴുതിയാലും അതിനൊരു നിശ്ചിത മാർക്ക് നമ്മൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, ഇവിടെ എസ്സേ റൈറ്റിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ എസ്സേ റൈറ്റിംഗ് എത്ര എഴുതിയാലും നമ്മൾക്ക് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 8 സ്കോർ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളുടെ ലെറ്റർ ഇത് ഓപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഇത് ചില ഫ്രം, ഡേറ്റ്, ടു, ദെൻ റെഫറൻസ് വെക്കുക, സബ്ജക്റ്റ് വെക്കുക, പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദ ലെറ്റർ, പിന്നെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നിങ്ങളുടെ നെയിം, സിഗ്നേച്ചർ, പിന്നെ അങ്ങനെ ഡേറ്റ് ആൻഡ് പ്ലേസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ലെറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ റെസ്യൂം എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക. റെസ്യൂം എഴുതുന്നത് എങ്ങനെയാണ് അറിയില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന നമ്മൾക്ക് പഠിക്കാനുള്ള പോയവും വേറെ പൊതുവായിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പോയവും തരും. ഈ പോയവും വെച്ച് നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാവുന്ന എനിക്കിത് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. താഴെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എനി വുമൺ അല്ലേ, എനി വുമൺ എന്ന് പറഞ്ഞാൽ കാതറിൻ ടൈനാൻ്റെ എനി വുമൺ എന്ന് പറഞ്ഞ പോയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോയം നിങ്ങൾ എന്തായാലും ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഫസ്റ്റ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്ക് കടന്നപ്പോൾ തന്നെ ജൂൺ മാസത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണിത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. പിന്നെ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയും ഓണത്തിൻ്റെ എക്സാമും ഒക്കെ കഴിഞ്ഞ്, മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പോയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പോയിൻസുകൾ നിങ്ങൾക്ക് പഠിച്ച് വെക്കുക, എന്നിട്ട് അത് വിശദീകരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ എഴുതി, പിന്നെ ഇതിനകത്ത് കുറച്ച് എന്ത് ചെയ്യുക, ലൈൻസൊക്കെ എടുത്ത് നിങ്ങൾ ഇതാക്കിയിട്ട് നല്ലൊരു എസ്സേ പോലെയാക്കി കൺക്ലൂഡ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ഇത് കണ്ടിട്ട് എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ സേ എക്സാം എങ്ങനെ നമ്മൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം. സേ എക്സാം മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന ഏതൊരു എക്സാമും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. ദെൻ നോക്കിക്കേ, ട്രിക്സ് ആൻഡ് ടിപ്സ് ടു ക്രാക്ക് ഇംഗ്ലീഷ് എക്സാംസ്, റീഡ് ഫ്രം ദ ലാസ്റ്റ് അല്ലേ. നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പക്ഷേ അത് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു വേറൊരു പോയം, നമ്മൾക്ക് ജനറലായിട്ടൊരു പോയം തന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളൊരു പോയവും കൂടെ തന്നിട്ട് അത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നത് അല്ലേ. പിന്നെന്താ വന്നത്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതിന് ഡേഞ്ചർ ആയിട്ടുണ്ടോ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ അവസാനത്തിൽ നിന്ന് വായിച്ച ആദ്യത്തിലേക്ക് വരുമ്പം എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് വായിക്കാനായിട്ടും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കാനായിട്ടും പറ്റും. ഓക്കെ, ദെൻ നമ്മൾ റീഡ് ചെയ്യുന്നതാണ് അവസാനത്തിൽ നിന്നും ആദ്യത്തിലേക്ക്. അതേപോലെ തന്നെയാണ് റൈറ്റ് ഫ്രം ദ ലാസ്റ്റ്, നമ്മൾ അവസാനത്ത് നിന്നും ആദ്യത്തേലേക്ക് വന്നിട്ട് എഴുതുക. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഇതാണ് ഒരു തെറ്റാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റത്തെ പോയത്തിൽ 4 ലൈൻ തന്നാലും, പോയത്തിൽ നിന്ന് 4 ലൈൻ തരുമ്പോഴാണെങ്കിലും, ഒരു ചെറിയ പാരഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് നേരം അതിന് സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് തരുന്ന ഒന്നിലെ റിപ്പോർട്ടർ സ്പീച്ചോ പാസീവ് വോയിസോ എഡിറ്റ് ദ പാസേജോ ഒക്കെ തരുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് നേരം അതും കൊണ്ടിരിക്കും. നിങ്ങൾ ഓർക്കണം, അതിനൊക്കെ ഓരോ മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ഓരോ മാർക്കേ ഉള്ളൂ.
അവസാനം വരുമ്പോഴത്തേക്കും നമ്മൾക്ക് 8 മാർക്കും 5 മാർക്കും 4 മാർക്കും അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എഴുതാതെ വിടുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആകെ പാനിക്കായി നമ്മൾക്ക് എഴുതാനുള്ള ടെൻഷൻ കയറി, ഇത് തീരുമോ എന്നുള്ള ടെൻഷൻ കയറി ചിലപ്പോൾ നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്യും. അപ്പം നമ്മൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഇരിക്കുന്നതാണോ നല്ലത്, അതോ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ വിശാലമായിട്ടും വളരെ നല്ല ഭംഗിയായിട്ടും എല്ലാ പോയിൻറ്റോടും കൂടി അണ്ടർലൈൻ ചെയ്ത് വൃത്തിയായിട്ട് എഴുതി മാർക്ക് മേടിക്കുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓക്കെ. പിന്നെ ബോക്സസ് ഇഫ് നെസസറി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇപ്പം നമ്മൾ സെമിനാർ റിപ്പോർട്ട് എഴുതാറുണ്ട്, പിന്നെ എന്താണ് ലെറ്റർ ടു ദ എഡിറ്റർ എഴുതാനുണ്ട്, പിന്നെ അജിത്തിൻ്റെ നൊമിത എഴുതുന്നു, അജിത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കത്തെഴുതുന്ന ലെറ്ററുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ ഫൈനൽ എക്സാമിന് മാർച്ചിൽ നടന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനിയും വരും. നമ്മൾക്കിനി എക്സാം എഴുതാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ബോക്സ് പോലെ വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു വൃത്തിയായിട്ട് ബോക്സ് വരയ്ക്കുക. ആ ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എന്ത് വേണം? പെൻസിലും സ്കെയിലൊക്കെ വേണം. നമ്മളിവിടെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ബോക്സസ് വരയ്ക്കുക. ബോക്സ് വരയ്ക്കണം എന്ന് വെച്ച് എല്ലാത്തിലും കൊണ്ടുപോയി ബോക്സ് വരയ്ക്കരുത്. നമ്മളുടെ റൈറ്റിങ്ങിലോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ബോക്സ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ബ്ലോഗ് എഴുതണമെങ്കിലോ ഇമെയിൽ എഴുതണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ബോക്സ് വരയ്ക്കണം, വൃത്തിയായിട്ട് വരയ്ക്കണം. ചെരിച്ചിട്ടൊന്നും ഇങ്ങനെയൊന്നും വരച്ചെഴുതാൻ പാടില്ല. കൃത്യമായിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. പിന്നെ ഗീവ് ഹെഡിങ്സ്. നമ്മളിവിടെ ഒരു ബോക്സ് വരച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹെഡിങ് മിഡിലായിട്ട് നമ്മൾ എന്താണോ എഴുതുന്നത് അതിൻ്റെ മിഡിലായിട്ട് ഹെഡിങ് കൊടുക്കുക. ഈ ഹെഡിങ് കൊടുക്കുന്നത് തന്നെ എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഹെഡിങ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുന്നു, പിന്നെ ഹെഡിങ് കൊടുക്കുന്നു. പിന്നെ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ ഒന്നിൻ്റെ ആൻസർ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നതെങ്കിൽ ഇതറിയില്ല. പക്ഷെ 3ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം വായിച്ചിട്ടില്ല നമ്മൾ, അതിൻ്റെ ആൻസറാണ് നമ്മൾക്ക് അറിയുള്ളൂ എങ്കിൽ നമ്മൾ 1ൻ്റെ നമ്പർ എഴുതും, പക്ഷേ എഴുതുന്നതിൻ്റെ ആൻസർ 3ൻ്റെ ആയിരിക്കും. അപ്പോൾ 1ൻ്റെ ആൻസർ വായിക്കുന്ന ടീച്ചറിന് ഇത് നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? 1ൻ്റെ ആൻസർ തെറ്റാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരും, നിങ്ങളുടെ തെറ്റ് മാർക്ക് ആവും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ച് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുക മാത്രമല്ല, ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ABCD എന്നൊക്കെ ഓപ്ഷൻ കൊടുക്കും അല്ലേ? ഈ ഓപ്ഷൻ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ഇടാൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുന്ന ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്നും എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ എത്രമാത്രം സുന്ദരമായിട്ട് എഴുതിയാലും, എല്ലാ പോയിൻറ്റ്സുകൾ വെച്ച് എഴുതിയാലും, നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് നമ്പർ അല്ല എങ്കിൽ ഉത്തരത്തിൽ മാർക്ക് തരില്ല. അവർ 0 ഇടും. നിങ്ങൾക്ക് നോക്കുന്ന ടീച്ചേഴ്സ് 0 ഇടാനേ നിർവാഹമുള്ളൂ. കാരണം അവർ വായിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പറാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുഴുവൻ കാര്യങ്ങളും തെറ്റിപ്പോവും. നിങ്ങൾ എത്രമാത്രം പഠിച്ചോ, എത്രമാത്രം എക്സാം എഴുതി, നല്ല ഭംഗിയായിട്ട് എഴുതി ഒന്നും നോക്കില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ നമ്പർ അല്ല ഇടുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക, മാർജിനിൽ തന്നെ ഇടുക. ചിലർ മാർജിൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും, മാർജിൻ ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആൻസർ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്പർ എഴുതുക. ഒരിക്കലും മാർജിൻ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ എഴുതുന്നതിൻ്റെ ഉള്ളിൽ എഴുതരുത്, പുറത്ത് മാത്രമേ എഴുതാവുള്ളൂ. ഇവിടെ എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തരാം. ദെൻ കീപ്പ് എ വാച്ച്, സ്കെയിൽ ആൻഡ് പെൻസിൽ. ഈ ഒരു കാര്യം സയൻസ് കുട്ടികളുടെ അടുത്തൊക്കെ അവർക്ക് എപ്പോഴും കാണും. പക്ഷേ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കുട്ടികളുടെ അടുത്ത് മിക്കവാറും ഈ ഒരു സ്കെയില് പെൻസിലൊന്നും കാണുന്ന പതിവില്ല.
അപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന അയൽവക്കക്കാരൻ്റെ അടുത്തൊക്കെ ചോദിക്കും. അവർ ചിലപ്പം തരുമായിരിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യം കൊണ്ട് അവർ നല്ല രീതിയിൽ എഴുതുന്ന കുട്ടികളായിരിക്കും. അപ്പം നമ്മളായിട്ട് അവരെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യും കാലൊക്കെ കാണിച്ച് ഷൂ എന്നൊക്കെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന എക്സാം ഇൻവിജിലേറ്റർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. നിങ്ങളെ ചിലപ്പം തെറ്റിദ്ധാരണയുടെ പുറത്ത് ക്ലാസ്സിൽ നിന്ന് ഇറക്കിയും വിടും. എന്തിനാണ് അതിൻ്റെ ആവശ്യം അല്ലേ? നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കീപ്പ് ചെയ്യുക. വാച്ച് എടുക്കുക, സ്കെയിലും പെൻസിലും റബ്ബറൊക്കെ ഇറേസറൊക്കെ നമ്മൾ തന്നെ സ്വന്തം. അതിനൊന്നും ഇത്രമാത്രം പൈസയൊന്നും ഇല്ലല്ലോ, ചെറിയ കാശല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളത് കീപ്പ് ചെയ്യുക. അവിടെ സമാധാനമായിട്ട് പോയിരിക്കുക, എക്സാം എഴുതുക. ആർക്കും ഒരു ഉണ്ടാക്കാത്ത രീതിയിൽ വേണം പരീക്ഷ എഴുതാൻ. ഓക്കെ. ദെൻ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മോസ്റ്റ് പ്രോബബിളി വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ എഴുതുമ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ബോക്സ് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോക്സ് വരയ്ക്കുക. പിന്നെന്താ, അതിൻ്റെ മുകളിൽ ആരെക്കുറിച്ച് ആരുടെ പ്രൊഫൈലാണ് എഴുതുന്നതെങ്കിൽ ആ പ്രൊഫൈൽ എഴുതുന്ന വ്യക്തിയുടെ പേര് എങ്ങനെ എഴുതണം? ഹെഡിങ് ആക്കി എഴുതണം. അതെങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ ഹെഡിങ് എഴുതിയത് മാത്രമല്ല, അത് അണ്ടർലൈൻ ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഗ്രാമർ പാർട്ടാണ് റിപ്പോർട്ടർ സ്പീച്ച്. നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, റിപ്പോർട്ടർ സ്പീച്ച് വന്നിട്ടുണ്ട്. എനിക്ക് പേടിച്ചിട്ട് അത് എഴുതാതിരിക്കരുത്. നിങ്ങളെല്ലാം തന്നെ എഴുതി ചേർക്കുക. ഒന്നും അറിയില്ലെങ്കിൽ തരുന്ന ക്വസ്റ്റ്യൻ്റെയൊക്കെ പാസ്റ്റ് ഫോം ഉണ്ടല്ലോ, അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ ചെക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ, അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞതാണ് നേരത്തെ തന്നെ, നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം 10 എണ്ണം തന്നിട്ട് 5 എണ്ണം എഴുതാൽ മതി എന്നൊക്കെ ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാത്രമേ ഇടാവുള്ളൂ. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എക്സാം എഴുതാൻ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ലൈവായിട്ട് വരും. നിങ്ങളെല്ലാവരും ലൈവിൽ കയറുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.